അനുദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. തിരുവസ്തുര്യനായ ഈശോയെ, ഈ സമയം തിരുസഭ മുഴുവനെയും ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, എല്ലാ ജീവിതങ്ങളെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം, ഈ പ്രഭാത ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ കർത്താവെ ഈ സമയം ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത്, അവസരം നൽകിയതിനെ ഓർത്ത് ദൈവമേ നന്ദി പറയുന്ന സമയമാണ്. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ ഞങ്ങളെ ഒരഭിഷേകമുള്ള മകൻ മകളാക്കി മാറ്റണമേ എന്ന് ആഗ്രഹിച്ച്, ഏതിനും ഈശോടൊപ്പം ജീവിക്കാനുള്ള വലിയ കൃപ കിട്ടാൻ ആഗ്രഹിച്ച് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ യേശുവേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഇന്ന് ഈ ദിവസം വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയാണ്. തിരുവചനം ഇപ്രകാരം പറയുന്നു: അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. ഈ ദൈവം അനുകമ്പ കാണിക്കുന്ന ദൈവമാണ്. ഈ ദൈവം അനുകമ്പയോട് പെരുമാറുന്ന ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ കരുതൽ ഒരു മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത കരുതലാണ്. ഓ ദൈവമേ, ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ സമയം ഞങ്ങളെ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നീ ഞങ്ങളോട് അനുകമ്പ കാണിക്കുന്നത് പോലെ, നീ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതും പോലെ, ഞങ്ങളുടെ വിറ്റുവരെയും പ്രിയപ്പെട്ടവരോടും അവരോട് അനുകമ്പ കാണിക്കാനും അവരെ ചേർത്ത് പിടിക്കാനുള്ളൊരു അഭിഷേകം ദൈവമേ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുകമ്പയോട് ഞങ്ങളോട് പെരുമാറുന്ന ദൈവമേ, ഈ അനുകമ്പ മറ്റു വ്യക്തികൾക്ക് നൽകാനുള്ള കൃപ ഈ സമയം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ആരാധനയെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അനുകമ്പയുള്ള ഒരു വ്യക്തിയാണ്, അനുകമ്പയോട് പെരുമാറുന്ന വ്യക്തിയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ശൈലിയുള്ള വ്യക്തിയാണ്. എൻ്റെ ദൈവത്തിൻ്റെ ശൈലിയായ അനുകമ്പ കാണിക്കുന്ന ശൈലി ഈ സമയം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ യേശുവേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അനേക ജീവിതങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. അനേക ഹൃദയങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സമയം. അനുകമ്പയുടെ വലിയൊരു കൃപ നൽകി ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന സമയമാണ്. യേശുവേ യേശുവേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുക. സാധിക്കുന്നവരെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
യേശുവേ 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 ആരാധന യേശുവേ ആരാധന. എൻ്റെ പേര് ഷൈനി ജോർജ്. ഇടശ്ശേരിയിൽ കോടുക്കുളം ഇടവകയിൽ നിന്നും വരുന്നു. എനിക്കിവിടെ 5 തവണ സാക്ഷ്യം പറയാനുള്ള കൃപ എൻ്റെ മാതാവ് എനിക്ക് തന്നു. വീണ്ടും 6ാമതൊരു അനുഗ്രഹം കൂടി തന്ന എൻ്റെ താവോർ മാതാവിനും എൻ്റെ പൊന്നു തമ്പുരാനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഞങ്ങളുടെ മോന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. UK-യിൽ നേഴ്സിംഗ് പഠനം കഴിഞ്ഞ് 6 മാസമായിട്ടും മോന് ഒരു സ്ഥിരം ജോലിയും ലഭിച്ചില്ല. സ്റ്റേറ്റ് ബാക്ക് വിസയിൽ താൽക്കാലികമായി ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ ശനിയാഴ്ച നടക്കുന്ന റൂപാഭിഷേക കൺവെൻഷൻ കൂടി താബോർ മാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ജോർജി പള്ളിക്കുന്നൽ അച്ഛനോട് മോന് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചപ്പോൾ 4 മാസത്തിനുള്ളിൽ ജോലി ലഭിക്കുമെന്നും 60 ജമാല ചെല്ലണമെന്നും സാക്ഷ്യപ്പെടുത്തണമെന്നുമുള്ള ദൈവിക സന്ദേശം തന്നു. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 2 മാസത്തിനുള്ളിൽ വീടിനടുത്ത് തന്നെയുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വേക്കൻസി വരികയും ഇൻ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു. അതിനുശേഷവും 1 മാസമായിട്ടും അവിടെ നിന്ന് യാതൊരു റിപ്പോർട്ടും വന്നില്ല. ഈ സമയം ഞാൻ താവോർ മാതാവിൽ ആശ്രയിച്ച് ദൃഢമായി നേർന്ന് പ്രാർത്ഥിച്ചു. ജോർജ് അച്ഛൻ പറഞ്ഞതുപോലെ 4 മാസമാകാൻ 9 ദിവസം ബാക്കി നിൽക്കെ ഇന്നലെ വെള്ളിയാഴ്ച ഞങ്ങളുടെ മോൻ ആ ഹോസ്പിറ്റലിൽ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു സ്ഥിരമായി ജോലിയിൽ പ്രവേശിച്ചു. പരിശുദ്ധ താബോർ മാതാവ് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഈ ദിനം ഈശോയോടൊപ്പം